നമസ്കാരം, ചേസവരിയാണ് തെക്കൻ തോട്ട്സ്. ആവേശം സിനിമ കണ്ടു അത്യുജ്വലം. ഭഗതിൻ്റെ അഭിനയം അത്യുജ്വലം. മോഹൻലാലിന് മാത്രമേ പണ്ട് ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുകയുള്ളായിരുന്നു ഈ റോൾ. പക്ഷേ ഇപ്പോൾ ഫഹദ് മാത്രമേ ഉള്ളൂ. കാരണം മോഹൻലാലിൻ്റെ മുഖത്തെന്തോ സംഭവിച്ചിട്ടുണ്ട്. വികാരങ്ങൾ വെട്ടുകത്തി കൊണ്ട് വെട്ടിയാൽ പോലും വരില്ല. അതുകൊണ്ട് ഫഹദിന് മാത്രമേ ഇങ്ങനെ ഒരു റോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അയാൾ അത് ഭംഗിയായി ചെയ്തിട്ടുമുണ്ട്. പിന്നെ ആ സിനിമയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, അത് യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ആരോപണം ശക്തമായി തന്നെ നിലവിലുണ്ട്. ഞാനത് പൂർണ്ണമായി കണ്ടതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൃത്യമായി പറയുവാനും സാധിക്കും. എന്നാൽ അതിനു മുമ്പ് വേറൊരു കാര്യം പറയട്ടെ. എൻ്റെ വീടിനടുത്ത് ഒരു 10-18 വർഷത്തിന് മുമ്പ് നടന്ന സംഗതി. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മൂത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ പ്രായമുള്ള സുഹൃത്തിൻ്റെ വിവാഹം മോചനത്തിലേക്ക് എത്തുന്നു. കാര്യം എന്തെന്ന് അന്വേഷിച്ച് ഞാനും ചോദിച്ചു, എന്താ ഏട്ടാ കാര്യം? അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ ഭാര്യ രാത്രി കാലങ്ങളിൽ മയക്കുമരുന്നിന് അടിമയാണ്. മയക്കുമരുന്ന് കഴിച്ചിട്ട് എക്സെൻട്രിക്കായി പെരുമാറുന്നു. വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. ഏതായാലും ആ ബന്ധം മുന്നോട്ട് പോയി. ആ സ്ത്രീയെ ഒരു ലഹരി വിമോചന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയും അവരിപ്പോൾ 2 കുട്ടികളായി സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ തന്നെയും മനസ്സിലാക്കേണ്ട കാര്യം, ഇവർക്ക് ആ ഒരു ശീലം കിട്ടിയത് ബാംഗ്ലൂരിലെ തൻ്റെ പഠനത്തിൽ നിന്നാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. നോക്കൂ, അത് പിന്നീട് എനിക്കത് കൃത്യമായി ബോധ്യപ്പെട്ടു. ഇവിടെ നിന്നും പഠിക്കുവാനെന്നും പറഞ്ഞ് മാംഗ്ലൂർക്കും ഒക്കെ പോയ പല കുട്ടികളും തങ്ങളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കി വെച്ച പൈസ മുഴുവൻ അവിടെ പോയി അടിച്ച് പൊളിച്ച് മദ്യപിച്ച് കഞ്ചാവടിച്ച് അങ്ങനെ അലന്ന് തിരിഞ്ഞ് പഠിക്കേണ്ടത് പഠിക്കാതെ മറ്റു പല മയക്കുമരുന്നുകൾക്കും രോഗങ്ങൾക്കും അടിമപ്പെട്ട് തിരിച്ച് വരികയാണ് ഉണ്ടായത്. പലരും ഇപ്പോഴവിടെ ചെന്നാൽ, ബാംഗ്ലൂരിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, അന്ന് പഠിക്കാൻ പോയ പല കുട്ടികളും ഇന്ന് യുവാക്കളും മധ്യവയസ്കരൊക്കെ ആയിക്കഴിഞ്ഞു. അവരൊക്കെ പല ജോലികളും ചെയ്ത് അവിടെ കാലം പോക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. നോക്കൂ, ഇത് മംഗലാപുരത്തെ കാര്യമാണ്, ഇത് കൊച്ചിയിലെ കാര്യമാണ്, മറ്റു പലയിടത്തും നമ്മുടെ മലയാളികൾ പഠിക്കാൻ പോയിടത്തെ കാലമാണ്. ശരീരം പോലും വിറ്റ് ജീവിച്ച, സുഖിക്കുവാനും രസിക്കുവാനും വേണ്ടി, പണത്തിന് വേണ്ടി ശരീരം പോലും വിറ്റ ധാരാളം സംഭവങ്ങൾ നമ്മുടെ പത്രമാധ്യമങ്ങളിലെയും അതേപോലെ ദൃശ്യമാധ്യമങ്ങളുടെയും വന്നിട്ടുണ്ട്. ഇതൊക്കെ 18 വർഷം 15 വർഷം 10 വർഷം മുമ്പത്തെ കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു വിധത്തിലുള്ള ദോഷകരമായ ദിശാബോധവും ഈ സിനിമ കൊടുക്കുന്നില്ല. കാരണം ഇന്നത്തെ തലമുറ അതിലുമൊക്കെ അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലാണ്. കാനഡയിലും മറ്റ് സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയിട്ട് നമ്മുടെ ആൾക്കാർ ഇവിടെ വലിയ ലോണും ഒക്കെ എടുത്ത് പോയിട്ട് അവിടെ പോയി പഠിക്കുവാനെന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് മദ്യപിച്ച് മയക്കുമരുന്നിനടിമപ്പെട്ട് ജീവിച്ച് പരാജയപ്പെട്ട് തിരികെ വരികയാണ്. അവരെ സംബന്ധിച്ച് കുറച്ച് നാൾ രസിക്കുവാനും സുഖിക്കുവാനുമുള്ള ഒരു സമയം, ഈ സമയം അവർ നശിപ്പിച്ചു കളയുന്നത് അവരുടെ ശോഭനമായ ഒരു ഉജ്ജ്വലമായ ഭാവിയാണ്. ആ ഭാവി നശിപ്പിക്കുവാൻ വേണ്ടി അവർ അറിഞ്ഞോ അറിയാതെയോ ഈ അവസ്ഥയിലേക്ക് ചെന്ന് പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സിനിമയിൽ കാണിച്ചത് പൂർണ്ണമായും പച്ചയായ സത്യമാണ്. കൂട്ടം കൂടി ഒരു വീടുകളിൽ താമസിക്കുകയും ആ സിനിമയിൽ ചെന്ന ഉടനെ തന്നെ മദ്യപിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. പിന്നീട് സീനിയേഴ്സുമായി പ്രശ്നമുണ്ടാക്കുന്നു, ലോക്കൽ ഗുണ്ടയെ തേടുന്നു, അയാളുടെ കൂടെ എല്ലാവിധമായ കാര്യങ്ങളിലും എല്ലാവിധമായ മോശമായ പ്രവർത്തനത്തിലേക്കും അവർ പോകുന്നു. പിന്നെ തിരിച്ച് അവസാനം അവർ എല്ലാ വിഷയങ്ങൾക്കും തോക്കുന്നു, ആ വിഷയങ്ങൾക്ക് തോക്കുന്നു, പഠനത്തിൽ പരാജയപ്പെടും. ഇതാണ് അതിൻ്റെ ഇതിവൃത്തം. അപ്പം നോക്കുക, അതിനകത്ത് 1-2 ഭാഗങ്ങൾ എന്നെ ഹൃദയത്തിൽ ആകർഷിച്ചതുണ്ട്. അതിലൊന്നാണ് ആ 3 കുട്ടികൾ ഒരുത്തനോട് മറ്റുള്ളവർ പറയുന്നു, നീയും അയാളെപ്പോലെയാണ് സംസാരിക്കുന്നത് എന്ന്. രണ്ടാമത്തത് അമ്മയോടുള്ള ആ ഫഹദിൻ്റെ കഥാപാത്രത്തിൻ്റെ സ്നേഹം. അങ്ങനെയുള്ള 2-3 ചെറിയ സ്പാർക്കുകളുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഈ സിനിമ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നില്ല. കാരണം ഇന്നത്തെ യുവജനങ്ങൾ അതിലുമൊക്കെ എത്രയോ വഴിതെറ്റിപ്പോയി. എനിക്കറിയാവുന്ന ഒരു സ്കൂളിൽ ഏതാണ്ട് 24ഓളം പെൺകുട്ടികൾ കഞ്ചാവിന് അടിമപ്പെട്ടവരാണ് എന്ന് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അതേപോലെ തന്നെ നോക്കൂ, എത്രയോ പെൺകുട്ടികൾ മദ്യപിച്ച് മതോന്മത്തരായി നടക്കുന്നു. എത്രയോ ആൺകുട്ടികൾ മയക്കുമരുന്നിന് അടിമപ്പെടുകയും മറ്റു കുട്ടികളെ ശാരീരികമായും മാനസികമായും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുവേണ്ടി മയക്കുമരുന്നൊരു മീഡിയമാക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് 22-നും 10-നും ഇടയിലുള്ള ഒരു സമയമാണ്. 10 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്കുള്ള സമയം. ആ സമയത്ത് നമ്മളുടെ അടിസ്ഥാനം ഉണ്ടാക്കണം. ജീവിതത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്.
നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു ശാസ്ത്രജ്ഞനാകുവാൻ സാധിക്കാത്തത്, എന്തുകൊണ്ടാണ് ഒരു നല്ല അക്കൗണ്ടൻ്റ് ആകുവാൻ സാധിക്കാത്തത്, എന്തുകൊണ്ടാണ് ഒരു നല്ല ഡോക്ടറാകാൻ സാധിക്കാത്തത്, എന്തുകൊണ്ടാണ് നല്ലൊരു സ്കോളറാകാൻ സാധിക്കാത്തത്? കാരണം ഒന്ന്, ഇവിടുത്തെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിലുള്ള പ്രശ്നം. ഏത് മണ്ടനെയും A+ കൊടുത്ത് വിടുന്ന ഒരു സിസ്റ്റം, ഏത് മണ്ടനെയും തള്ളിപ്പിടിച്ച് എടുത്ത് വലിച്ചെറിഞ്ഞ് പാസ്സാക്കുന്ന ഒരു വിഷയം. താഴ്ന്നു പോവുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം. മറ്റൊന്ന്, നമ്മുടെ കുട്ടികൾ പഠനത്തിൽ വളരെ ശുഷ്കമാണ്. എങ്ങനെയും തള്ളിപ്പറിച്ച് ജയിക്കണമെന്നുള്ളതല്ലാതെ ഒരു വിഷയത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കണമെന്നോ എല്ലാ അറിവുകളും ആ വിഷയത്തിൽ നേടണമെന്നോ അതിനുശേഷം അതിൽ പുതിയ അറിവുകൾ കണ്ടെത്തണമെന്നോ പുതിയ മേഖലകൾ വെട്ടിത്തിറക്കണമെന്നോ അവന് താല്പര്യമില്ല. അവൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഭരണകർത്താക്കൾക്കും താല്പര്യമില്ല. അതുകൊണ്ട് പടവലങ്ങ പോലെ താഴോട്ട് പോകുന്ന വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന കാരണങ്ങളൊന്നാണ് ഈ സിനിമയിൽ പറയുന്നത്. പക്ഷേ അന്ന് പറഞ്ഞത് കുറച്ചേ ഉള്ളൂ. ആ സിനിമയിൽ പറഞ്ഞത് കുറച്ചേ ഉള്ളൂ. അത് അന്നത്തെ കാര്യമാണ്, 18 വർഷത്തിന് മുമ്പുള്ള ബാംഗ്ലൂരിലെ കാര്യമാണ്. ഇന്നത്തെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും കോട്ടയത്തെയും ഒക്കെ കാര്യങ്ങൾ ഇതിനുമൊക്കെ അപ്പുറത്താണ്. നാം നമ്മളെ സംരക്ഷിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക, ഇത്തരം സിനിമകൾ കാണിച്ചിട്ട് പറയണം ഇതിലും മോശമാണ് ഇന്നത്തെ അവസ്ഥ. പഠിച്ചാൽ നന്നായി മുന്നോട്ട് പോകുവാൻ സാധിക്കും, നിങ്ങളുടെയൊക്കെ ജീവിതം രക്ഷപ്പെടും.